നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും തമ്മിലാണ് അടുത്ത മത്സരം. നാളെയാണ് ആ കളി നടക്കുന്നത്. ആഴ്സണലിൻ്റെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റൂബൻ അമോറിമിനെ സാക്ക് ചെയ്തതിന് ശേഷം കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ തകർപ്പൻ വിജയം നേടിയതിൻ്റെ ആവേശത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അവർ ആഴ്സണലിനെ നേരിടാൻ വരുന്നത്. അപ്പോൾ ആഴ്സണലിൻ്റെ കോച്ച് പറയുന്നു, കാര്യം എളുപ്പമല്ല, അവരെ ഭയക്കണം, അപകടകരമാണ് അവരുടെ കളി രീതികൾ. കോച്ച് പറയുന്നു, അവർ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വളരെ മികച്ച നിലയിലാണ്. അത് വളരെ ക്ലിയറാണ്. അവർക്ക് റൺ ചെയ്യാൻ സ്പേസ് കൊടുത്താൽ, അവരുടെ ചില താരങ്ങൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്താൽ അവർ വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറും. അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കണ്ടതാണല്ലോ. അവർക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സ് അവർക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടീം എന്ന നിലയിൽ അവർക്കും വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ഹിസ്റ്റോറിക്കലി എല്ലായ്പ്പോഴും സംതിങ് ലിങ്ക്ഡ് ടു കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ. അപ്പോൾ അവരുടെ പ്രൊഫൈല്, അവരുടെ പ്ലെയേഴ്സിൻ്റെ പ്രൊഫൈല്, അത് എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അവർ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ മികച്ച രൂപത്തിൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഐ ഡോണ്ട് നോ ദി സ്റ്റാറ്റ്സ് എക്സാക്ട്ലി, ബട്ട് ഫോർ ഷുവർ ദേ ആർ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് മൈക്കിൾ ആർട്ടിറ്റ പറയുന്നത്. അവരെ ഭയക്കണം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തീർച്ചയായിട്ടും മൈക്കൽ കാരിക്കിൻ്റെ കീഴിൽ യുണൈറ്റഡിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. 22 കളികളിൽ നിന്ന് 35 പോയിൻറ്റുമായിട്ട് അവർ 5ാം സ്ഥാനത്ത് നിൽപ്പാണ്. ആഴ്സണൽ 22 കളികളിൽ നിന്ന് 50 പോയിൻറ്റുമായിട്ട് അപ്രമാദിത്വത്തോടെ നിൽക്കുകയുമാണ്. സോ ഇനിയൊരു കാലിടറൽ ആഴ്സണൽ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. യുണൈറ്റഡ് ആവട്ടെ, പുതിയ കോച്ചിന് കീഴിൽ മിന്നും പ്രകടനം തുടരാനായിരിക്കും ഇറങ്ങുക. മികച്ചൊരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.